നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ 9 മാസത്തിലധികം ഉമ്മയുടെ വയറിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ നിശബ്ദമായ ഒരു ലോകത്തു നിന്ന് ശബ്ദമുഖരിതമായ ഒരു ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി നമ്മുടെ കർണപുടങ്ങളിൽ, നമ്മുടെ ചെവികളിൽ അലയടിച്ച ശബ്ദം ഏതായിരുന്നു? ഏതൊരു വിശ്വാസിയും ഭൗതിക ലോക ജീവിതത്തിന്റെ തുടക്കത്തിൽ കേൾക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ എന്ന വാങ്കിന്റെ ധ്വനിയാണ് വലതു ചെവിയിൽ നമ്മൾ കേൾക്കുന്നത്. ഇടതു ചെവിയിൽ നമ്മൾ കേൾക്കുന്നത് ഇഖാമത്താണ്. ഇഖാമത്തിന്റെ പ്രാരംഭവും അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, ജഗനിയന്താവായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ് എന്ന റബ്ബിനെ കേട്ടുകൊണ്ടായിരിക്കണം, ആ റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ പ്രയാണം തുടക്കം കുറിക്കേണ്ടത്. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു, കരഞ്ഞില്ലെങ്കിൽ വലിയ പ്രയാസം. ആ കരച്ചിൽ കേട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് എല്ലാവർക്കും സങ്കടമാണ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ ജനിച്ചു വീണപ്പോ നമ്മുടെ കരച്ചിൽ കേട്ടുകൊണ്ട് നമ്മുടെ ആ ആഗമനം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ പോലും പുഞ്ചിരിക്കുകയായിരുന്നു. അവരൊക്കെ സന്തോഷിക്കുകയായിരുന്നു. പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്ന പൊന്നുമോൾ ഇതാ വന്നിരിക്കുന്നു എന്ന സന്തോഷം. ആ ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് ഇത്രയേറെ സന്തോഷിച്ച ഒരു സന്ദർഭം വേറെയുണ്ടാവില്ല. ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ ബൈത്ത് അതാണല്ലോ സൂചിപ്പിക്കുന്നത്. എല്ലാവരും ജനിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂടെയുള്ള ആളുകൾ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ, കൂടെയുള്ള ചുറ്റുപാടുമുള്ള ആളുകൾ സന്തോഷം കൊണ്ട് അവര് ചിരിക്കുകയാണ്. എന്നാൽ ഇനി മറ്റൊരു സന്ദർഭം നമുക്ക് വരാനുണ്ട്. ആ സന്ദർഭം എപ്പോഴാണ്? ഇതുപോലെ നമ്മുടെ ചെവികളോട് ചുണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലഖിനൂ മൗതാകും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണാസന്നനായ ആളുടെ കർണപുടങ്ങളിൽ ചെവികളിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കപ്പെടും. അപ്പോൾ ആ കലിമത്തു തൗഹീദിന്റെ അവസാനത്തെ ശബ്ദം അല്ലാഹ് എന്ന ശബ്ദം കേട്ടുകൊണ്ട് പ്രയാണം ആരംഭിച്ച നമ്മുടെ ഭൗതിക ജീവിതം അവസാനിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൽ അവസാനിക്കുന്നു. ഇതൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ഇത് രണ്ടു കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് തുടങ്ങി അല്ലാഹുവിലേക്ക് അവസാനിക്കേണ്ട, അല്ലാഹുവിലേക്ക് ചെന്നെത്തേണ്ടതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന ഒരു വലിയ ആശയം കൂടി ഇതോടുകൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ ജീവിത പ്രയാണത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ് നമ്മുടെ മരണം. ആ മരണം യഥാർത്ഥത്തിൽ അവസാനമല്ല, അതാണ് യഥാർത്ഥത്തിലുള്ള തുടക്കം. ആ തുടക്കം നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയണം. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ആ വിട പറഞ്ഞു പോയ ആളുകളിൽ പലരുടെയും വേർപാടുകൾ നമ്മെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലരുടെയൊക്കെ വേർപാടുകൾ കാണുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ എന്തായാലും നമുക്കെല്ലാവർക്കും വിട പറയണം. ആ വിട പറയുന്ന സമയത്ത് ഇതുപോലെ മരിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഷമീർ ഹസ്സനി ഉസ്താദിന്റെ ഉപ്പയെ നമ്മളിവിടെ അനുസ്മരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടൂർ ഹസ്സനി ഉസ്താദിന്റെ ഉപ്പ മരക്കാരെ ഹാജ്
പോക്കരെ ഹാജി അവര് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിട പറഞ്ഞത്. ശൈഖുനാ ഉസ്താദ് അവരുടെ ഉപ്പ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ഒരു 3-4 മരണങ്ങളെ നമ്മളിങ്ങനെ ആ സന്ദർഭങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ വലിയ ദുഃഖങ്ങൾ, ആ വലിയ നമ്മുടെ പിതാക്കൾ വിട പറയുന്നതിൽ നമുക്കുണ്ടെങ്കിൽ പോലും അവരുടെ വേർപാട് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. അറിയില്ലേ, ഇന്നലെ അസുർ നിസ്കാരത്തിന് വാങ്ങി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ കർണാടക സ്റ്റേറ്റിൽ പള്ളിയിലെ മുഅദ്ദിനായ ഉസ്താദ് വിട പറഞ്ഞത്, അബ്ദുൽ ലത്തീഫ് മദനി എന്ന് പറയുന്ന ഉസ്താദ് വിട പറഞ്ഞത് നമ്മളെല്ലാവരും അതിന്റെ ദൃശ്യങ്ങൾ പലരും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടവനാണല്ലോ. ആ മരണത്തിന്റെ രംഗം കണ്ട ഉടനെ നമ്മളൊക്കെ ആശിച്ചു പോയി, ഇങ്ങനെ ഒരു മരണം നമുക്ക് ലഭിച്ചുവെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദ് വാങ്ങി വിളിക്കുകയാണ്. വാങ്ങി വിളിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദിന്റെ ഏറ്റവും സുപ്രധാനമായ വാചകം 2 പ്രാവശ്യം ചൊല്ലി അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതൊരൊറ്റ പ്രാവശ്യം ചൊല്ലി പിന്നെ വീഴുകയാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ആ മരണം? ആ വീഴൽ മരണമായിരുന്നു. കുഴഞ്ഞു വീണു മരിച്ചു എന്നല്ല പറയേണ്ടത്, മരിച്ചു വീണ് കുഴഞ്ഞു എന്നാണ് പറയേണ്ടത്. ചിലര് പറയാറുണ്ട് മരിച്ചിട്ടാണ് വീഴുന്നത്. സഹോദരന്മാരെ, എന്തൊരു മരണം! പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള മരണം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ടുള്ള മരണം, വുളൂഇലായുള്ള മരണം, ത്വഹാറത്തിലായുള്ള മരണം, അതോടൊപ്പം ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള മരണം. അതിനും അപ്പുറം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ആളുടെ വിളിയേക്കാൾ ഏറ്റവും നല്ല ഖൗല് പറയുന്നവൻ ആരുണ്ട്? ഈ വാചകം, ഈ വിശുദ്ധ ഖുർആനിലെ വാക്യം പറയുന്നത് മുഅദ്ദിനീങ്ങളെ കുറിച്ചാണെന്ന് മഹാന്മാര് തഫ്സീറുകളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും നല്ല വാചകം പറഞ്ഞ് ജനങ്ങളെ അതാ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ആ ഉസ്താദ് അതാ വിട പറയുന്നു. എത്ര നല്ല മരണമാണ് സഹോദരന്മാരെ!